ഹായ് ഹലോ നമസ്കാരം. അമ്മദ് വില്ലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഗ്ലാസ്കോ ടൂർ പാർട്ട് 2 ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത്. ഞാൻ അവിടെ വെച്ച് ഇന്ന് പോയത് ഞങ്ങൾ സിറ്റി സീനിങ് ഗ്ലാസ്കോ കാണാൻ വേണ്ടിയാണ് പോയത്. അതിന് നമ്മൾ ഓൺലൈൻ വഴി ബസ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. നമുക്ക് അതിന് ഓരോ സ്ലോട്ടുണ്ട്. ആ സ്ലോട്ട് അനുസരിച്ചാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അഡൽറ്റിന് 20 പൗണ്ട്സും ചൈൽഡിന് 11 പൗണ്ട്സും ഫാമിലിക്കാണെങ്കിൽ 44 പൗണ്ട്സും ആണ് ഉള്ളത്. നമ്മളപ്പം രാവിലത്തെ സ്ലോട്ടാണ് നമ്മൾ എടുത്തത്. നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഞാൻ ഈ കാണിക്കുന്നത്. സാൻവർക്കായിരുന്നത്, ഒരു ഡോഗിനെ സാൻവർക്കിലൂടെ ഉണ്ടാക്കിയത്. നല്ല രസമാണ്. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കാണാൻ. ഗ്ലാസ്കോ അതിമനോഹരമാണ്. അവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി, പഴയ ബിൽഡിങ്ങുകളൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ നമ്മൾ ഗ്ലാസ്കോ സൈറ്റ് സീനിങ് ബസ് കയറാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ പോവുകയാണ്. നമുക്ക് 24 പ്ലേസസ് ആണ് അവർ കാണിക്കുന്നത്. അതിൽ നമ്മൾ ജോർജ് സ്ക്വയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെൽസൺ മണ്ടേല പ്ലേസ് വരെയാണ് നമുക്കുള്ളത്. അതിന് ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ജോർജ് സ്ക്വയർ, സെക്കൻഡ് കത്തീഡ്രൽ സ്ക്വയർ, ടെന്നൻസ് ബെയർവേ, ഹൈ സ്ട്രീറ്റ് ഫോർ മെർച്ചൻ്റ് സിറ്റി, ദി ബാരസ് മാർക്കറ്റ്, ഗ്ലാസ്കോ ഗ്രീൻ, മാക്ലിൻ ആർക്ക്, സെൻറ്റ് ആൻഡ്രൂസ് കത്തീഡ്രൽ, സെൻട്രൽ സ്റ്റേഷൻ, Argley Street Hotels, Clyde Arc, Science Center, Govan Stones, Fairfield Village Hotel, Hilton Garden Inn, Scottish Event Campus, The Clinton Distillery, Riverside Museum, Byres Road, Kelvin Grove Art Gallery and Museum, Hidden Lane, Blythswood Square ആൻഡ് നെൽസൺ മണ്ടേല പ്ലേസ്. ഇത്ര ആണുള്ളത്. നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്തത് ബസ്സിൽ ഫസ്റ്റ് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് കൊണ്ടുവന്നത് നമ്മുടെ ജോർജ് സ്ക്വയറിൽ നിന്ന് ഫസ്റ്റ് കത്തീഡ്രൽ സ്ക്വയറിലോട്ടാണ്. ആ കത്തീഡ്രൽ സ്ക്വയറിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കുന്നത് വീഡിയോ. ഈ കത്തീഡ്രൽ ചർച്ചിനുള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് കേട്ടോ. ആ പഴമയുടെ ആ ശില്പങ്ങളും ആ പഴമയുടെ ആ കലാവിരുദ്ധമൊക്കെ ഒന്ന് കാണാൻ ഭയങ്കരമാണ്. നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ചെന്നപ്പം. പക്ഷേ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാനാണെങ്കിലും നമുക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ ഒത്തിരി ഗൈഡുകളുണ്ട് അവിടെ. അവർ നമുക്ക് ഈ കത്തീഡ്രൽ ചർച്ച് എന്ന് സ്റ്റാർട്ട് ചെയ്തത്, എത്ര വർഷമായി, എത്ര വർഷം കൊണ്ടാണ് ഇത് പണിതത്, ഇതെല്ലാം ആരാണ് പണിതത്, ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും എല്ലാം അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത് നമുക്ക് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അവർ ഒത്തിരി ആൾക്കാർ അതിന് സ്റ്റാഫുകളുണ്ട് അവിടെ അതിനു വേണ്ടി.
ബാക്ക് വശത്തുള്ള സ്ഥലമാണ് കാണുന്നത്. നല്ല വ്യൂ ആയിരുന്നു, നല്ല രസമായിരുന്നു, നല്ല ക്ലൈമറ്റും ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ കുറച്ച് റീൽസൊക്കെ ചെയ്തു. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല നല്ല വീഡിയോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് പോയത് അടുത്ത് ഞങ്ങൾ പോയത് സെൻറ്റ് ആൻഡ്രൂസ് കത്തീഡ്രൽ കാണാനായിരുന്നു. ഈ കാണുന്നതാണ് സെൻറ്റ് ആൻഡ്രൂസ് കത്തീഡ്രൽ. ഇത് ഫ്രണ്ട് സൈഡിൽ നല്ല വ്യൂ ആണ് കാണാനായിട്ട്. നല്ല ഇങ്ങനെ വലിയൊരു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതൊരു നല്ലൊരു വ്യൂ ആയിരുന്നു കാണാൻ. അവിടെ നല്ല വെയിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് പോയത്. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് അടുത്ത പ്ലേസിലായ സയൻസ് സിറ്റി കാണാൻ വേണ്ടിയായിരുന്നു കാണാൻ പോയത്. ഈ കാണുന്ന ഗ്ലാസ്കോ സയൻസ് സെൻറ്റർ, ഇതിനകത്ത് ഐമാക്സ് തിയേറ്ററുണ്ട്, കുറച്ച് ഇതൊക്കെ ഉണ്ട് കാണാൻ വേണ്ടി. നമുക്ക് അതിനൊക്കെ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അകത്ത് കാണുന്നത്. അതിന് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ഒന്നുമില്ല. അവിടെ ചെന്ന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് അകത്ത് കയറുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്നത് സൗണ്ട് കേൾക്കുന്ന ഒരു അതായത് പിള്ളേർക്കെല്ലാം ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ ചാടി പോകുമ്പോൾ അത് സൗണ്ട് വരും. നിങ് 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 സൗണ്ട് കേൾക്കുന്നതാണ്. പിന്നെ അതുപോലെ ഇത് സൗണ്ട് കേൾക്കുന്ന ഒരു പ്രത്യേക ടൈപ്പിലുള്ളൊരു ഇതായിരുന്നു. അത് പിള്ളേർക്കൊക്കെ ഭയങ്കര രസമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടിച്ചടിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രത്യേക ടൈപ്പിലുള്ള ഓരോരോ മ്യൂസിക്കുകൾ നമുക്ക് ഓരോ കല്ലിലും അടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കി വരും. അതൊരു പ്രത്യേക ഒരു ഇതാണ്. അതുപോലെ വലിയൊരു സ്റ്റോൺ ഇങ്ങനെ അവരെവിടെ അങ്ങ് വെച്ചേക്കുവാണ്, ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇവർ രണ്ടുപേരും കൂടെ അത് പിടിച്ച് നിർത്തുവാണ്. ബാഹുബലി കളിക്കുമായിരുന്നു രണ്ടുപേരും കൂടെ. നോക്കെ അതിൻ്റെ കറക്കം കണ്ടോ, നല്ല സ്പീഡാണ് കറങ്ങുന്നതിന്. എന്നിട്ട് അവരത് പിടിച്ച് നിർത്തി, അത് രണ്ടുപേരും കൂടെ. ഇതല്ലേ ബേഷ്. ഈ കാണുന്നതാണ് BBC വേൾഡ് ടെലിവിഷൻ ചാനൽ. നമ്മുടെ ലോകത്തെല്ലായിടത്തോട്ടും ഈ വാർത്ത വിടുന്ന ന്യൂസ് വിടുന്ന BBC വേൾഡ് എന്ന ചാനലിൻ്റെ മെയിൻ ഓഫീസാണിത്, ഹെഡ് ഓഫീസാണിത്. അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാം, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഞങ്ങൾ അതിന് ശേഷം ഇവിടുന്ന് ഞങ്ങൾ റിവർ സൈഡ് മ്യൂസിയം കാണാൻ വേണ്ടിയാണ് പോയത്. മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ ഈ റിവർ സൈഡ് മ്യൂസിയം. നമുക്ക് അവിടെ കാണാൻ ഒത്തിരി കാഴ്ച കാണുള്ളത്. അതെല്ലാം കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. ഓക്കെ, കണ്ടു നോക്കി വീഡിയോ.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവരെ കൊണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ അമോദ് വില്ല. താങ്ക് യു.